നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരന്റെ 38 വയസ്സായ ഒരു യുവാവിന്റെ മരണ വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത്. പ്രശസ്തനല്ല, മറ്റാർക്കും അറിയുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിനെ അറിയാവുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് റീലിടുകയാണ്. ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്നുള്ള ഈ വിയോഗം എന്നൊക്കെ പറഞ്ഞു റീലെടുക്കുകയാണ്. അങ്ങനെ ചികഞ്ഞു പോകുമ്പോഴാണ് ഒരു ചതിയുടെ പിന്നിൽ കഥ അറിയാൻ സാധിക്കുന്നത്. മറ്റാരുമല്ല, രഞ്ജീഷ് എന്ന് പറയുന്ന നിർമ്മാല്യം പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ സ്വന്തം വീട്ടുവളപ്പിൽ അല്പസമയം മുൻപാണ് നടന്നത്. അദ്ദേഹത്തിനെ അറിയുന്ന സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ, അല്ലാതെ ഓഫീസുകളിൽ പോകുന്നവരായിക്കോട്ടെ, വീട്ടുജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, അങ്ങനെ അദ്ദേഹത്തിനെ അറിയുന്ന നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ മരണ വാർത്ത ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിഞ്ഞു കാണില്ല ആ പാവത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത്. രഞ്ജീഷ് എന്ന 38 വയസ്സുകാരൻ തയ്യിൽ മുരിക്കടി സ്വദേശിയാണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് വളരെ താങ്ങാൻ കഴിയാത്ത ഒരു ദുഃഖം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നാണ് എല്ലാവരും പറയുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ അറിയുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ മരണകാരണമായ ഒരു വ്യക്തി ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു കല്യാണം കഴിച്ചിരുന്നു, ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് പോയി. അതായത് ഈ ഭാര്യ ഗൾഫിലേക്ക് എന്ന് പറഞ്ഞു പോയി. അവിടെ വേറൊരാളുമായി വിവാഹം കഴിച്ച് 8 കൊല്ലമായി ജീവിക്കുന്നു. കുഞ്ഞിനെ 8 കൊല്ലമായി ഈ മരണപ്പെട്ട ഇദ്ദേഹമാണ് നോക്കി വളർത്തിയത്. ഒരു കുറവും അറിയിക്കാതെ പിന്നീട് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ച് കുഞ്ഞിനെയും കൊണ്ടുപോയി ആ ഭാര്യ. അത് അവന് താങ്ങാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തൻ്റെ മോള് കഴിഞ്ഞ 8 വർഷമായി തൻ്റെ മോളെ അദ്ദേഹമാണ് വളർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ഈ ഓർഡർ വാങ്ങുകയും ചെയ്തതിന് പിന്നാലെ മോളെ ഈ ഇദ്ദേഹത്തിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു വേദന സഹിക്കാൻ വയ്യാതെയാണ് ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം വരുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുകയാണ്. എത്ര സ്ട്രോങ് ആയ മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും മനസ്സൊന്ന് കയ്യിൽ നിന്ന് പോകുന്ന സെക്കൻഡ് മതി ചിലതൊക്കെ അവസാനിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലൊന്നും തന്നെ ആരും ചിന്തിക്കരുത് എന്നുള്ളതാണ്. നിയമ പോരാട്ടം നടത്തിയ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു വാങ്ങാം എന്ന് അദ്ദേഹത്തിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നെങ്കിൽ പോലും ഈ ജനങ്ങൾ ഓരോരുത്തരും സാധാരണക്കാരായ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ചിലപ്പോൾ ഒരു ചിരിയോടുകൂടിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാഹനത്തിൽ യാത്ര ചെയ്തവരോട് ഒന്ന് കാര്യം തിരക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം അദ്ദേഹത്തിന് നല്ല മനസ്സ് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആരെന്നോ എന്തെന്നോ അറിയില്ല, പക്ഷേ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ എന്ന് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ നിരവധി ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ ഞെട്ടലിലാണ്. രഞ്ജീഷ് എന്ന 38 വയസ്സുകാരന് ആദരാഞ്ജലികൾ.